ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ശുചിത്വ പഠനോത്സവം നടത്തി. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുഷ്പരാജൻ ഉദ്ഘാടനം ചെയ്തു. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് എക്കോസെൻസ് 2025-2026 ഭാഗമായി ശുചിത്വ പഠനോത്സവം സംഘടിപ്പിച്ചു. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി പുഷ്പരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് നമ്മൾ ഈ പ്രായമായവരുടെ അറിവുള്ളവരോട് പറഞ്ഞു വിടുമ്പോഴത്തേക്ക് അവരെ മാക്സിമം ഒരു ദിവസമോ അല്ല 2 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച വരെ ശ്രദ്ധിക്കരുത്. പിന്നീട് ആ പഴയ പടി തുറന്നു പോകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇത് നമ്മുടെ ഈ രാജ്യത്തിൽ നിന്ന് തുടച്ചു നിൽക്കുന്ന ഭാഗമാണ്. കുഞ്ഞുങ്ങളിൽ നിന്ന് ശുചിത്വം തുടങ്ങിയാൽ തീർച്ചയായും ആ വരുന്ന ഒരു ജനറേഷൻ അവരുടെ ആ സമയത്ത് കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ രാജ്യത്തിൽ നിന്ന് തന്നെ ഈ ശുചിത്വം ഉണ്ടാകാനുള്ള കാരണങ്ങൾ പ്രധാനപ്പെട്ട ഒരു. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും ശുചിത്വം മിഷനോട് കുഞ്ഞുങ്ങളിൽ നിന്ന് തുടങ്ങുന്നത് ഉദ്ദേശം. അപ്പം അതിന് ഈ എല്ലാ സർക്കാരിന്റെ മണ്ണെടുക്കും എല്ലാ സ്കൂളുകളിലും നമ്മൾ തുടങ്ങേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പൊ അടുത്തത് നമ്മളിതിപ്പോ വിളിക്കുന്ന ഗവൺമെന്റ് തല സ്കൂളുകളിൽ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ്. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാജന എസ് അധ്യക്ഷയായി. സർക്കാരും നമ്മുടെ ശുചിത്വ മിഷനും കൂടി ചേർന്ന് വരുന്ന പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കണ്ടു കുഞ്ഞുങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന വിവിധതരം പാഴ്വസ്തുക്കളിൽ നിന്ന് നിർമ്മിച്ചിരിക്കുന്ന വിവിധതരം വസ്തുക്കൾ ഉണ്ടാക്കിയിരിക്കുന്ന ഇത് മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടി മാതൃകയാവുന്ന രീതിയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ എല്ലാ ആശംസകളും നേർന്നു കൊടുക്കുന്നു. അതുപോലെ തന്നെ പാഴ്വസ്തുക്കൾ വലിച്ചെറിയാതെ ഇതുപോലെ തന്നെ ആ പാഴ്വസ്തുക്കളിൽ നിന്ന് വിവിധതരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്തണമെന്ന് കുഞ്ഞുങ്ങളെ അറിയിച്ചുകൊണ്ട് സംസ്ഥാന വനമിത്ര അവാർഡ് ജേതാവ് പൂമരത്തണൽ സുനിൽ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ ചന്ദ്രലേഖ, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ ദിവ്യ, PTA പ്രസിഡന്റ് കവിത എന്നിവർ സംസാരിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥ ശ്രീലത സ്വാഗതവും ഗവൺമെന്റ് UPS കണ്ണമംഗലത്തെ ഹെഡ് മിസ്സസ് ശ്രീജ കൃതജ്ഞതയും പറഞ്ഞു. പരിപാടിയിൽ പങ്കെടുത്ത സ്കൂളുകളിൽ വേനൽക്കാലത്ത് പക്ഷികൾക്ക് ദാഹം അകറ്റുവാനായി കുടിവെള്ളം വെക്കാനുള്ള തണ്ണീർക്കുടങ്ങൾ പൂമരത്തണൽ കുടുംബം നൽകി. വിദ്യാർത്ഥികളിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന്റെ സന്ദേശം എത്തിക്കുന്നതിനായി കണ്ണമംഗലം ഗവൺമെന്റ് UPSൽ സംസ്ഥാന സർക്കാരിന്റെ വനമിത്ര അവാർഡ് ജേതാവ് പൂമരത്തണൽ സുനിൽ സുരേന്ദ്രൻ വൃക്ഷത്തൈ നട്ടു. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ ആദരവ് വൈസ് പ്രസിഡന്റ് പുഷ്പരാജൻ സുനിൽ സുരേന്ദ്രന് നൽകി. CDNet ന്യൂസ് കായംകുളം.